പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് ഈസി ആയിട്ട് നിങ്ങൾ ഒരാളെ തട്ടിയത്. ഇവിടെ ഇട്ടോ നമ്മളും എൻജോയ് ചെയ്താ ചെയ്തേ. സുരാജേട്ടനായിട്ടുള്ള ആ സ്ട്രഗിളും അതും എല്ലാം നമ്മൾ ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അടിപിടിയെല്ലാം അങ്ങനെ ചിരിയൊക്കെ വന്നിട്ട് കുറെ പ്രാവശ്യം റീടേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ മറ്റേ തലതിരിക്കുന്ന സീനും ഒക്കെ ചിരിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ചേച്ചി എന്റെ പൊന്നെ നവരസങ്ങൾ ഇട്ട് അയ്യോ അവര് ആ ഫാമിലി മൊത്തം അങ്ങനെയാണല്ലോ. ഒരു രക്ഷ പ്രത്യേകിച്ച് കൽപ്പൻ ചേച്ചിയും ബേബി വന്നിട്ട് സാറ്റ് കളിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് വന്ന് പോകുമ്പോ അവന്മാരോട് പറയാ തെറ്റിക്കലെ തെറ്റിച്ച ഇനി തേർഡ് പാർട്ടിൽ നീ ഉണ്ടാവില്ല കേട്ടോ. രാവിലെ സെറ്റ് ചെല്ലുമ്പോഴാണ് അറിയണേ ചാക്കോച്ചനെ പുറകിലിരുത്തിക്കൊണ്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കണം. ചാക്കോച്ചനെ വേറെ ആരുമല്ല. ക്രൗഡ് ഉള്ള സ്ഥലത്ത് കട്ട് പറഞ്ഞ് പറയുമ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു ഡ്രൈവിംഗ് അറിയില്ലേ? ഞാനില്ല ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാ. അപ്പൊ ചാക്കോ ഞാൻ ഓടിച്ചോളൂ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ ദിവ്യ. ഹലോ. ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങൾ എല്ലാവരും. മോഹിനിയാട്ടം വിചാരിച്ച് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു മോഹിനിയാട്ടം ഹിറ്റ് ആവും എന്നുള്ളത് അല്ലേ? ടീം ഫുൾ ഒന്നടങ്കം റിലീസിന് മുമ്പേ തന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് എന്തായാലും ഹിറ്റ് ആവും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ വിചാരിക്കാത്തതിനെക്കാട്ടിലും ഒരു റീച്ചിലേക്ക് മോഹിനിയാട്ടം ഇപ്പൊ എത്തിയോ? തീർച്ചയായിട്ടും. നമ്മള് സിനിമ കഥ കേട്ടപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇതൊരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണെന്ന് അറിയാലോ. ഇത് നന്നായി വരുന്നൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലോ. ഷൂട്ട് ചെയ്യണതിന്റെ ഇടയിൽ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ എസ്പെഷ്യലി ഞാനും ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയാം നമുക്കിത് കണ്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ മുഴുവൻ കഴിഞ്ഞൊന്ന് തിയേറ്ററിൽ കണ്ടാൽ മതി. കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ തന്നെ. സിനിമ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു. ഡബിങ്ങിന്റെ സമയത്തും ഒക്കെ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ സൈജു എല്ലാം കഴിഞ്ഞിട്ട് സൈജു ഞങ്ങളുടെ അടുത്തോണ്ട് പടം അടിപൊളിയായിട്ടോ ദിവ്യാന്ന് സൈജു പറഞ്ഞു. സൈജു ഒരു ആക്ടർ, അതിൽ ഹീറോ ആണ്, അതേപോലെ പ്രൊഡ്യൂസറും ആണ്. അപ്പം സൈജു അത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഉയർന്നു. പിന്നെ ആളുകൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണുമ്പോൾ ടെൻഷൻ ആണല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടു. ഞങ്ങൾ പിന്നെ നമ്മുടെ ആൾക്കാരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊക്കെ എൻജോയ് ചെയ്ത് ഇറങ്ങിയപ്പം അവര് തന്നെ പറയും എന്റെ ഫാമിലി അമ്മ കുട്ടികളൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഹൗസ്ഫുൾ ഫസ്റ്റ് ഡേ തന്നെ ഹൗസ്ഫുൾ. അപ്പൊ പിന്നെ ഞങ്ങള് ഇപ്പൊ ഞാൻ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം കഥ. അതുകൊണ്ട് ഇപ്പോഴും കാണാൻ ആൾക്കാർ ടിക്കറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ട് കഥ ഫുൾ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്നാലൊരു കാര്യം പറഞ്ഞോട്ടെ, എന്താ പറയാ, ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സംഭവം മറ്റുള്ള സിനിമകളിൽ നമ്മൾ കാണുമ്പോൾ അയ്യോ വയലൻസ് ഇതൊന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവം അതേ സാധനം മോഹിനിയാട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ്. മോഹിനിയാട്ടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഫീലാണ്. മറ്റേ സിനിമകളിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നിയൊരു ഫീലേ അല്ല അത്. അത് തമാശയിലൂടെ പറഞ്ഞു പോയപ്പോഴുണ്ടാവുന്ന ഒരു നമുക്ക് വരുന്ന ഒരു ഇമോഷണലി നമുക്ക് കാണുന്നവർക്ക് വരുന്ന ഒരു ഫീൽ അല്ലേ? കൊലപാതകം എത്ര ഈസി ആയിട്ട് തമാശയാക്കി കളഞ്ഞു എന്നൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് തമാശ രീതിയിൽ. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞപ്പം ഞാൻ ദാസിനോട് ചോദിച്ചതാണ്, ഡയറക്ടറുടെ അടുത്ത്, ദാസ ഇത് നമ്മളെല്ലാവരും കൂടി ഇത് ആൾക്കാരെങ്ങനെ എടുക്കും? കാരണം നമ്മള് ഭരതനാട്യത്തിന്റെ സാധാ ഫാമിലി അല്ലേ, നമ്മളിങ്ങനെ. അപ്പൊ ദാസൻ പറഞ്ഞ അത് ചേച്ചി ഇത് നമ്മൾ ഫണ്ണായിട്ടാ പോകുന്നത്, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞ അതെ എന്നാലും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ. ചെയ്ത് വന്നപ്പോ ഞങ്ങള് എല്ലാ സീൻസും നമ്മളും എൻജോയ് ചെയ്താ ചെയ്തേ. ഇപ്പൊ സുരാജേട്ടനായിട്ടുള്ള ആ സ്ട്രഗിളും അതും എല്ലാം നമ്മൾ ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ ചെയ്തേക്കുന്നേ. അപ്പൊ അതിന്റെ ഒരു ആ ഒരു എനർജി ശരിക്കും കാണുന്നവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് ഈസി ആയിട്ടാ നിങ്ങൾ ഒരാളെ തട്ടിയത്. അത് മാത്രല്ലേ എല്ലാം നിങ്ങളുടെ വേണ്ടാത്ത തരത്തിനെല്ലാം കൂട്ടുനിന്ന ജഗദീഷ് ചേട്ടൻ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മോളുടെ ഫോൺ വരികയാണ്. അപ്പൊ ജഗദീഷ് ചേട്ടന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ആ വായും പൊളിച്ച് നിക്കുക. അതെല്ലാം കഴിഞ്ഞ് ജഗദീഷ് ചേട്ടൻ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എല്ലാം ഇത്ര സ്മൂത്ത് ആയിട്ടാണ് പോയി കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സെറ്റില് ഇന്ന പല സീക്വൻസും അത് പ്രത്യേകിച്ച് നമ്മുടെ കലച്ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഞാൻ കലച്ചേച്ചിനെ അപ്പോഴേ വിളിച്ചു പറഞ്ഞു ചേച്ചി ഒരു രക്ഷയില്ല. ചേച്ചി സിഗ്നേച്ചർ ചെയ്തിട്ടപ്പോൾ കുറെ സീക്വൻസ് ഉണ്ട്. അപ്പൊ അത് സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട് മോഹിനിയാട്ടത്തില്. അത് ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ എല്ലാവരും ഇത്രയധികം ചിരിച്ചിരുന്നോ? ഇപ്പം രമ്യ പറഞ്ഞതുപോലെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര പാടാ. ചേച്ചി എന്റെ പൊന്നെ നവരസങ്ങൾ ഇട്ട് അയ്യോ അവര് ആ ഫാമിലി മൊത്തം അങ്ങനെയാണല്ലോ. ഒരു രക്ഷ പ്രത്യേകിച്ച് കൽപ്പൻ ചേച്ചിയും ചേച്ചി പറയും ഞങ്ങളൊന്നും അല്ല ഞങ്ങളുടെ അമ്മയാണ് ഇതിലും. അമ്മ ഭയങ്കര ഫണ്ണാന്നാ പറയാ. അപ്പൊ അമ്മയെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ചേച്ചി ഓരോ സീൻ ചെയ്യുമ്പോഴും ഞങ്ങൾ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കും, ഞങ്ങൾക്ക് ചിരി അടക്കാൻ വയ്യ. അതേപോലെ വെറുതെ നമ്മളിങ്ങനെ വർത്താനം പറയില്ലേ, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടും.
ചിലത് നമുക്ക് ഓവർ ദ ഹെഡ് നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കണം എന്താ കോമഡി എന്ന് മനസ്സിലാക്കാൻ. അത്ര ഗംഭീരമായിട്ട് തമാശ പറയും ചേച്ചി. ചേച്ചി പറയും കൽപ്പനയായിരുന്നു നല്ല എന്താ പൊടിമോളെന്ന് ഉറുശിച്ച വിളിക്കുന്നത്, കൽപ്പന ചേച്ചി എന്താ വിളിക്കുക. അപ്പൊ പറയാ അവളാ നല്ല ഗംഭീരമായിട്ട് തമാശ പറയണേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. അപ്പൊ ശ്രുതിക്കാണ് കൂടുതൽ ഈ സ്ട്രഗിളിന്റെ സമയത്തൊക്കെ ഞാൻ താഴെയാണല്ലോ, കാലിന്റെ സ്ഥലത്താ, ശ്രുതിയല്ലേ മേളിൽ നിൽക്കുന്നത്. ചേച്ചിയുടെ മുഖത്തേക്ക് ആ തിരിച്ചിട്ട് ഇങ്ങനെ ഉള്ളൊരു എക്സ്പ്രഷൻ ഒക്കെ ശ്രുതി ഡയറക്റ്റ് കാണും. അവള് പറയുമായിരുന്നു ചിരി വന്നിട്ട് വയ്യായിരുന്നു ചേച്ചി ഷോട്ടിൽ, എന്ത് ചെയ്യും, ചിരിക്കാൻ പറ്റുമോ. അങ്ങനെയെല്ലാം ഞങ്ങള് മോഹിനീശ്വരിയുടെ പടം ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ നോക്കുമല്ലോ തിരിഞ്ഞ്. അപ്പൊ റിഹേഴ്സൽ ടൈമിൽ ഞങ്ങൾ നോക്കിയപ്പം ആദ്യം കാണുക, ഞങ്ങൾ നോക്കുമ്പോ ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് ചിരി വന്നു. ഞങ്ങളോട് നന്നായി റിഹേഴ്സൽ എടുത്തത്, കാരണം ടേക്കിൽ എന്തായാലും ചിരിച്ചേനെ. ചേച്ചി ഒരു രക്ഷയില്ല. അങ്ങനെ റീടേക്ക് ചെയ്ത് പോയേണ്ട ഏതെങ്കിലും സീൻ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ചിരി കാരണം? ഉണ്ട്. പിന്നെ അതിൽ ഈ അടിപിടിയെല്ലാം അങ്ങനെ ചിരിയൊക്കെ വന്നിട്ട് കുറെ പ്രാവശ്യം റീടേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ മറ്റേ തലതിരിക്കുന്ന സീനും ഒക്കെ ചിരിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, എന്ത് രസമാണല്ലേ അങ്ങനത്തെ ഒരു സീക്വൻസും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടാന്ന് പറയണത്. അതേപോലെ നന്ദുചേട്ടൻ ഇവൻ വരുമല്ലോ, ബേബി വന്നിട്ട് സാറ്റ് കളിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് വന്ന് പോകുമ്പോ ഞങ്ങളുടെ അടുത്ത് വന്ന ലൈറ്റ് ഇല്ല, കറണ്ട് കട്ട് സമയത്ത് വന്നിട്ട് പറയുമല്ലോ, വന്നത് ആരാന്നറിയോ, അത് നന്ദുചേട്ടൻ ഡയലോഗ് തെറ്റിച്ച് പറഞ്ഞു, ചിരിച്ച്. പിന്നെ എല്ലാവർക്കും ചിരിയാ. അത് എത്ര പ്രാവശ്യം റീടേക്ക് പോയി ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ചിരിച്ച് കാരണം പുള്ളി വന്നവരോന്ന് പറയും, പിന്നെയും ചിരിക്കും. അതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു സാധാരണ സിനിമ പോലെ സീരിയസേ അല്ലായിരുന്നു സെറ്റ്. നമ്മൾ ഫണ്ണായിട്ട് തന്നെ രസിച്ച് ചിരിച്ച് കളിച്ചാണ് ചെയ്തത്. ദാസനും അത്രയും ഫ്രീയാ. അതുകൊണ്ട് നമുക്ക് നമ്മൾ പറയില്ലേ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് കലച്ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ കലച്ചേച്ചി പറയണത്, മോളെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അതിന് ദാസന് തന്നെ കൊടുക്കണം. കാരണം ഫുൾ ഫ്രീഡം തന്നു ആ ഡയറക്ടർ. ചേച്ചി അങ്ങ് അടിക്കോ എന്നങ്ങ് പറഞ്ഞു. എൻ്റെ എല്ലാം തന്നെ ഒരൊറ്റ സിംഗിൾ ടേക്കിൽ പലതും പോയിരിക്കുന്നത്. ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കുറേ എക്സ്പ്രഷൻസും നമ്മുടെ ഔട്ട്പുട്ടും അതിനനുസരിച്ച് മാറുമെന്ന് ചേച്ചി പറഞ്ഞു. ദിവ്യയ്ക്കും അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണോ? തീർച്ചയായിട്ടും. ദാസനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ദാസൻ ഭരതനാട്യത്തിന് ആദ്യം ഞാൻ ചെന്ന അന്ന് രാവിലെ വാനിൽ വന്ന് എൻ്റെ അടുത്ത് ആ സീൻ പറഞ്ഞു തന്ന ഒരൊറ്റ പ്രാവശ്യം ദാസൻ എൻ്റെ അടുത്ത് വന്ന് സീൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ ഞാൻ 2ാമത്തെ ദിവസം ദാസനോട് ചോദിച്ചു, എന്താ എൻ്റെ അടുത്ത് വന്ന് സീൻ പറയാത്തെ, ഇനി ഞാൻ ചെയ്യുന്നത് ശരിയാണോ, കാരണം ഇവർക്ക് അബദ്ധമായി പോയോ ഇനി എന്നെ വിളിച്ചിട്ട്, അങ്ങനത്തെയൊക്കെ തോട്ടായി പോയി എനിക്ക്. അല്ല ചേച്ചി ഇന്നാണ്, കറക്റ്റാണ് ചേച്ചി ചെയ്യുന്നത്, ചേച്ചിക്ക് ക്യാരക്ടർ കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ വന്ന് പറയണ്ടല്ലോ. അത് ഒരു ഡയറക്ടർക്ക് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ സ്പേസ് ആണ്. നമുക്ക് നമ്മളോട് പറഞ്ഞ ചേച്ചി ഇതാണ് സീൻ, സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾ ചെയ്തോ. പിന്നെ സാംസൺ ആണ് നമ്മുടെ അസോസിയേറ്റ്. അപ്പൊ സാംസൺ വന്നിട്ട് കറക്റ്റ് സീൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന സീൻ വായിക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാ സീനും ഒരുമിച്ചാണ് എല്ലാത്തിലും. അപ്പം വായിച്ച് നമ്മൾ അവിടെ തന്നെ ഡയലോഗ് പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്ത് ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെയാ കേറുന്നത്. അപ്പൊ ദാസന് അധികം ഒന്നും ഇടപെടേണ്ടി വന്നിട്ടില്ല. പിന്നെ വളരെ അപൂർവ ദാസൻ മോണിറ്ററിന്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് വരുള്ളൂ. അപ്പൊ ദാസൻ വരുന്ന കാണുമ്പോഴേ ചേച്ചി പറയും, പുലി വരുന്നുണ്ട്, എന്തോ തെറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ദാസൻ വരില്ല. കാരണം മാക്സിമം ഫ്രീഡം തന്നിട്ടുണ്ട്. എന്തെങ്കിലും ദാസന് ചെയ്തത് കുറഞ്ഞോ കൂടിയോ പോയാൽ മാത്രം, അല്ലെങ്കിൽ ഇത് വേറെ ഒരു രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ പുള്ളി വന്ന് ഇടപെടുള്ളൂ. അപ്പൊ അത് അത്രയും ഒരു ഫ്രീഡം ആ സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സെറ്റിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിച്ച് പോയിട്ടുണ്ടാവാം, ഇനി ഇതിനൊരു സീക്വൽ ഉണ്ടാവുമോ, ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും അതിനൊരു പേര്. കാരണം ഫസ്റ്റിൽ തന്നെ നമ്മൾ ഭരതന്റെ നാട്യത്തിന്റെ എല്ലാമാണ് ഭരതനാട്യം വന്നത്. ഇതിപ്പോ മോഹിനിയുടെ ഓരോ ആട്ടങ്ങൾ കണ്ടപ്പോൾ ഇതൊരു മോഹിനിയാട്ടമായി. ഇനി ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, എങ്ങനെയാണ് ഡാൻസ് ഫോമിലെ പേരിടുക അങ്ങനെ. പക്ഷെ ഇത് ക്യാരക്ടറിന്റെ പേരും കൂടെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ പേരിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സീക്വൽ വന്നാൽ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന സിനിമയുടെ പേര്? അതൊക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു സംസാരമായിട്ടുണ്ടാവില്ല. പേര് ഞങ്ങൾ അവിടെ പക്ഷേ കുച്ചിപ്പുടി എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ആയിരിക്കില്ല കേട്ടോ പേര് നമ്മുടെ ഇടയിൽ. കാരണം ഭരതനാട്യം, മോഹിനിയാട്ടം കഴിഞ്ഞാൽ പിന്നെ കുച്ചിപ്പുടിയാണ്. അവിടെ നമ്മള് തന്നെ പരസ്പരം പറയും, എടാ എസ്പെഷ്യലി നമ്മളെ ഇരട്ടകളുണ്ടല്ലോ ജിവിനും അവന്മാരോട് എടാ തെറ്റിച്ച ഇനി തേർഡ് പാർട്ടിൽ നീ ഉണ്ടാവില്ല കേട്ടോ. ചുമ്മാ തേർഡ് പാർട്ടിനെ പറ്റി നമുക്ക് അറിയ പോലും ഇല്ല, പക്ഷെ ഞങ്ങൾ അങ്ങ് പറയുവാ തേർഡ് പാർട്ടിൽ നീ ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അപ്പൊ അന്ന് തേർഡ് പാർട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് ഡെഫിനറ്റ്ലി. കാരണം നമ്മളുടെ ഇപ്പൊ അത്രയും നമ്മൾ രസിച്ച് ചെയ്ത 2 സിനിമകളാ. അപ്പൊ ഇനിയിപ്പോ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് അഭിനയിക്കാം. പിന്നെ കഥ എന്താണോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അപ്പോ ഇപ്പൊ നമ്മള് തിയേറ്റർ വിസിറ്റ്സിന് പോയി. എനിക്ക് തോന്നുന്നു കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ തിയേറ്റേഴ്സിലും ഞങ്ങൾ പോയായിരുന്നു. അപ്പം സൈജു കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ സൈജു പറയും അതിന് ദിവ്യ സംസാരിക്കുക അങ്ങനെ പറയാം. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു ഇനി 2ാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം വേണം എന്നുണ്ടോ ചോദിച്ചു.
അതുപോലെ തന്നെ നന്ദുചേട്ടനും ചോദിച്ചു പലയിടത്തും. അപ്പൊ ആളുകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി വേണം. പിന്നെ ചിലയിടത്ത് ചെല്ലുമ്പോ അവര് തന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി തേർഡ് പാർട്ട് ഉണ്ടാവില്ലേ. അപ്പം ഞാൻ എന്നിട്ട് സൈജുവിനോട് ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സൈജു ആദ്യമൊക്കെ സൈജുവിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സൈജു കോൺഫിഡൻസോടുകൂടി പറഞ്ഞു ഉണ്ടാകും. പക്ഷെ എന്താന്ന് അറിയില്ല. അതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു ടോട്ടൽ പാക്കേജ് ആണ്. എല്ലാരും എല്ലാ സീനിലൂടെ മൊത്തത്തിലാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും എല്ലാരും പോകുന്നുണ്ട്. അത് ഭരതനാട്യത്തിലും അതെ മോഹിനിയാട്ടത്തിലും അതെ. നിങ്ങളുടെ ടീം ഒരാൾ പോലും ഇല്ലാണ്ട് ആ സിനിമയിൽ ഐ മീൻ 1-2 സീനോ ഒക്കെ അല്ലാണ്ടൊക്കെ എന്നാലും മൊത്തത്തിലൊരു ടീമിന്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ ഫുൾ ടൈം ത്രൂ ഔട്ട് ദ ഒരു ജേർണിയിൽ. അത് ദിവ്യക്കും ഇപ്പൊ പല സെറ്റുകളിലൂടെയും ദിവ്യ യാത്ര ചെയ്യുന്നത് കൊണ്ടും ദിവ്യക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാന് ഇപ്പം ഇത് രമ്യ പറഞ്ഞപ്പോ ഞാൻ 45 സിനിമകൾ ചെയ്തു. അത് എല്ലാം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ചിലപ്പോ ഒറ്റ സീനായിരിക്കാം അങ്ങനെ, എന്നാലും നമ്മളത് കൗണ്ട് ചെയ്യുമല്ലോ. അങ്ങനെ 45 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ചില 1-2 സിനിമ ഇറങ്ങിയിട്ടില്ല കേട്ടോ, അതും പറയണം. പക്ഷേ മോഹിനിയാട്ടം ഭരതനാട്യം പോലത്തെ ഒരു സിനിമ, അത് ഭീമന്റെ വഴിയിലും അങ്ങനെയായിരുന്നു, നമ്മളൊരു കൂട്ടായിരുന്നു. പക്ഷെ ഇതിൽ സീക്വലും കൂടെ ഉണ്ടായി, അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒരു സ്പെഷ്യലാണ്. അപ്പൊ നമ്മള് ഭരതനാട്യത്തിലേ നമ്മള് ഭയങ്കര അടുപ്പമായിരുന്നു എല്ലാവരും. അതിലും ഈ പറഞ്ഞ മാതിരി എല്ലാ സീനിലും എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഇതില് കൃഷ്ണദാസ് മുരളി നമ്മുടെ ഡയറക്ടറുടെ ഒരു ഇതെന്നുള്ളത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒരേപോലെ എല്ലാം ചെയ്യും. ഒരു നോട്ടം ആണെങ്കിലും ഒരുമിച്ചാണ്. ഇപ്പം ഇവിടെ അല്ല അവിടെ മരിച്ചത് കൊന്നത് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ യൂണിറ്റി ശരിക്കും ആ സെറ്റിൽ എല്ലാവരിലും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് മാത്രമല്ല, അവിടെയുള്ള നമ്മുടെ ADs ആണെങ്കിലും അസോസിയേറ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഫോക്കസ് പുള്ളർ ആണെങ്കിലും അതേപോലെ നമ്മുടെ യൂണിറ്റിലെ എല്ലാവരും പ്രൊഡക്ഷൻ എല്ലാവരും അതുപോലെ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ സിനിമ വന്നത്. അപ്പൊ അത് ആ യൂണിറ്റി ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. കാരണം കലച്ചേച്ചി ഭയങ്കര സ്വീറ്റാ. ചേച്ചിയുടെ ഒരൊറ്റൊരാളുടെ ഇതാണ് നമ്മൾ ഇങ്ങനെ ആയെന്ന് ഞാൻ എപ്പോഴും പറയും. ചേച്ചി ക്യാരവനിൽ പോകാൻ സമ്മതിക്കില്ല. ഭരതനാട്യ സമയത്തെ അതെ ആണോ, നമ്മൾ വന്ന് നമ്മളെ ഒരു സീൻ കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വാനിലേക്ക്, അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ. അപ്പൊ നമ്മളങ്ങനെ തന്നെ പോവാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ശ്രുതിയും സീൻ കഴിഞ്ഞോ അന്ന് ഞാൻ പോട്ടെ ശ്രുതി, അന്ന് ചേച്ചി പൊക്കോ ഞാൻ പോട്ടെ ചേച്ചി, അങ്ങനെ ഒരു ലൈനായിരുന്നു. അപ്പൊ ചേച്ചി മക്കളെ എവിടെ പോണു ഇവിടെ ചേച്ചി മറ്റേ പഴയ രീതി തന്നെ. അത് ഭയങ്കര നല്ലതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയാണ് ശരിക്കും നല്ലതെന്ന് ഞങ്ങക്ക് തോന്നി. കാരണം നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടാവും. അത് സീനിന് കുറെ ഗുണം ചെയ്യും. കാരണം നമ്മളൊരു അമ്മ മോൾ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു ചേട്ടൻ ചേച്ചിയൊക്കെ അങ്ങനെ ചെയ്യുമ്പോ നമ്മളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് കൂടുതൽ അയാളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് അതനുസരിച്ച് കോംപ്ലിമെന്റ് ചെയ്യാം. അത് ശരിക്കും ഈ സെറ്റിലാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. കാരണം ഞങ്ങൾ ഫുൾ ടൈം ക്യാരവനൊക്കെ, പിന്നെ അവസാനം ഈ മോഹിനിയാട്ടത്തിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഒരു ക്യാരവൻ മതി മക്കളെ. ഞാനും ശ്രുതിയും ചേച്ചിയും കൂടെ 2 ഡോറുള്ള ക്യാരവൻ നടുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കലും ഡ്രസ്സ് മാറില്ല. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഭയങ്കര. ഇതിനിടയിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശബ്ദം കൊടുക്കാൻ, അല്ലെ ദിവ്യയുടെ ശബ്ദത്തിനും ഇത്ര അധികം മറ്റുള്ളവരുടെ ഇടയിലേക്ക് അതിന് ഇത്രയ്ക്കും ഡിമാൻഡ് ഉണ്ട് എന്ന് ആരാ തിരിച്ചറിഞ്ഞത്? ആക്ച്വലി ഞാൻ RJ ആയിരുന്നു. ആങ്കറിങ് കഴിഞ്ഞ് പിന്നെ 6 വർഷം RJ ആയിരുന്നു. RJയും അവിടുന്ന് റിസൈൻ ചെയ്തപ്പോഴാണ് ഇനി എന്ത് വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡബിങ്ങിലേക്ക് തിരിഞ്ഞത്. ഓക്കെ, അത് ദിവ്യയായിട്ട് എടുത്ത ഇനിഷ്യേറ്റീവ് ആണോ? അല്ല, അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പലരും പറഞ്ഞു ഡബിങ് ഇങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ. അങ്ങനെയാണ് ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഫിലിം മേക്കർ ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ല, എനിക്ക് തോന്നുന്നു നോർത്തില് സിനിമയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഗംഗയുടെ ആദ്യത്തെ ഒരു പരസ്യം ത്തിന് ഡബ് ചെയ്തു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ കൊള്ളാം. അങ്ങനെ പിന്നെ പതുക്കെ ഓരോന്നായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അങ്ങനെ ചെയ്തു. അപ്പം FFKയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തതിന്റെ പേരിൽ ഡബിങ് ആർട്ടിസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു FFKയിൽ. അങ്ങനെ പിന്നെ സീരിയസ് ആയിട്ട് ഡബിങ്ങിലേക്ക് തന്നെ. പിന്നെ അവിടുന്നാണ് അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയാൻ തുടങ്ങിയത്, പല ഡയറക്ടേഴ്സും. അങ്ങനെയാണ് പിന്നെ അഭിനയത്തിലേക്ക് ഒരു കൈ നോക്കി. അത് ഡബിങ്ങിൽ നിൽക്കുമ്പോൾ ആ സ്റ്റുഡിയോയിൽ നിങ്ങൾ ഓരോ വികാരങ്ങളിലൂടെ ഓരോ ഡയലോഗ്സ് പറയുമ്പോൾ ആ എക്സ്പ്രഷൻ കൊടുത്തു തന്നെയാണല്ലോ ആക്ട് ചെയ്യണത്. അപ്പോൾ ഒരു പക്ഷേ പുറമെ നിൽക്കുന്നവര് ദിവ്യ കൊടുക്കുന്ന ഒരു ഔട്ട് കാണുമ്പോൾ ആ എക്സ്പ്രസ് ചെയ്ത് വിടുന്ന രീതി കണ്ടിട്ട് തന്നെ ആയിരിക്കും. കാരണം നോർത്ത് 24 കാതം അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ അനിൽ രാധാകൃഷ്ണ മേനോൻ. അപ്പം അനിലേട്ടന്റെ ഈ സിനിമയിൽ ഞാൻ ഡബ് ചെയ്തേക്കുന്ന ഗീതയ്ക്കാണ്, പഴയ ഗീത, പഞ്ചാഗ്നി ഗീത. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ ചെറുതാ, ഇത്രയും പ്രായമില്ലല്ലോ, എത്ര വർഷം മുന്നേ. അപ്പൊ ഞാൻ ഇത്രയും ബേസ് ഒന്നും ഇല്ല എന്റെ ശബ്ദത്തിന്. അപ്പൊ ഞാൻ അനിലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അനിലേട്ട ഇവർക്ക് എന്റെ അമ്മയുടെ പ്രായമുണ്ട്, ഗീത എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്, ഞാൻ ഡബ് ചെയ്ത് എങ്ങനെ ശരിയാവും? നീ ഡബ് ചെയ്യ, എന്റെ അമ്മയുടെ വോയിസ് ഭയങ്കര സ്വീറ്റാ,
അനിലേട്ടന്റെ അമ്മയുടെ വോയിസ്. അമ്മ ഫോണിൽ സംസാരിക്കുമ്പോ എനിക്ക് മറ്റുള്ളവർക്ക് ഇത് എന്റെ അമ്മയാന്ന് തോന്നൂല. കാരണം പുള്ളിക്കാരത്തിക്ക് ഏജ് ഉണ്ടെങ്കിലും ശബ്ദം ഭയങ്കര ശ്രീജിയുടെ കേസ് പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ട് അത് നീ പ്രശ്നമാക്കണ്ട, നീ ഡബ് ചെയ്യണം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാനത് ചെയ്തു. അവർക്ക് മേ ബി അത് കണ്ടിട്ടായിരിക്കും അനിലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അഭിനയിച്ചൂടെ, നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ എൻ്റെ അനിലേട്ടൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഡയലോഗ് ഒന്നും ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല. ആര് പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് അതിനുള്ള ഇതുണ്ടെന്നൊക്കെ അന്ന് പുള്ളി വെറുതെ പറഞ്ഞു. പിന്നെ 1-2 പേര് അല്ലാതെയും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പിന്നെ ജിസ് ജോയ് ബൈസിക്കിൾ തീവ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കോള് വന്നപ്പം ഞാൻ വിചാരിച്ചു ജിസ് ജോയ് അല്ലേ, നമുക്ക് അറിയാവുന്ന ആളല്ലേ, തെറ്റിയാലും സോറി എന്ന് പറഞ്ഞ് പോരാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തതാ. ഓക്കെ. പിന്നെ ഇപ്പോഴാണെങ്കിലും പിന്നീട് ദിവ്യ തന്നെ ദിവ്യയുടെ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്ത് പോകുന്നു, അല്ലാതെ ആർട്ടിസ്റ്റുകൾക്കും ദിവ്യ ഡബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഡബിങ് തന്നെ അതിന്റെ കൂടെ പാരലലി ദിവ്യ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പം ദിവ്യയുടെ ശബ്ദം വേണ്ട, പകരം വേറൊരാളെയും കൊണ്ട് നമ്മൾ ഡബ് ചെയ്യിപ്പിക്കട്ടെ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ശ്രീജ ചേച്ചിയുടെ നമ്മളുടെ ഒരു സിനിമ കഴിഞ്ഞപ്പം മൂവി റിവ്യൂ ഇടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇതിൽ പറഞ്ഞ പടത്തെ പറ്റി നല്ലതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ശ്രീജാരവിയുടെ വോയിസ് കേൾക്കുമ്പോൾ ഇപ്പോഴും കാവ്യ മാധവനെ ഓർമ്മ വരും, അപ്പൊ അവർക്ക് വേറെ ആരെങ്കിലും ഡബ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീജ ചേച്ചിയാണോ, അങ്ങനെയാണോ മോളെ, ഞാൻ എന്റെ ശബ്ദം, ഞാൻ ചേച്ചിക്ക് എന്താണ്, പലരും പലതും പറയും, ചേച്ചിയുടെ ശബ്ദം സ്വീറ്റ് ആയി പോയതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ചേച്ചി എന്ത് രസമായ ചേച്ചിയുടെ ശബ്ദം ഇപ്പോഴും കേൾക്കാൻ. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ചേച്ചിക്ക് ഞാൻ ഡബ് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, കാരണം എന്റെ ബേസ് കൂടിയ ശബ്ദം എന്ന് പറഞ്ഞ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ടെ, ചേച്ചിയുടെ ശബ്ദം അത്രയും ആളുകളുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അത് ചേച്ചിക്ക് ഭയങ്കര വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ചേച്ചി അത് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ അതെനിക്ക് ഭയങ്കര വിഷമമായി, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എന്നിട്ട് ഒരാൾ ഇങ്ങനെ എന്റെ ശബ്ദത്തിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഈ ഷൂട്ടിന്റെ സമയത്ത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ക്രൗഡും ഉണ്ടാവും ഇത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്തൊരു സീൻ, എന്നിട്ട് ഇത്ര ക്രൗഡും കൂടെ നിൽക്കുമ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ ദിവ്യനെ ബാധിച്ചിട്ടുണ്ടോ? ഭീമന്റെ വഴിയാ. ഡ്രൈവിംഗ് അറിയാത്ത ഞാനാ. എൻ്റെ അടുത്ത് ചെമ്മൻ ചേട്ടൻ ഇതിൽ 2 വീലർ എന്തായാലും പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി മാത്രം 2 വീലർ പഠിച്ച ആളാണ് ഞാൻ. രാവിലെ സെറ്റ് ചെല്ലുമ്പോഴാണ് അറിയണേ ചാക്കോച്ചനെ പുറകിലിരുത്തിക്കൊണ്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കണം. ചാക്കോച്ചനെ, വേറെ ആരുമല്ല. അതും ക്രൗഡുള്ള സ്ഥലത്ത്, അവിടുത്തെ മെയിൻ ഒരു ജംഗ്ഷനിൽ ഞങ്ങളൊരു ചായക്കടയിൽ കയറി വരുന്ന ഒരു സീനാ. ഞാൻ പറഞ്ഞു ചാക്കോച്ചനെ കയറ്റിട്ട് എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. കാരണം നമുക്ക് അറിയാവുന്ന ഒരു പണിയാ ചെയ്യുന്നേ, കുഴപ്പമില്ല, ഡ്രൈവിംഗ് ഞാൻ പഠിച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഓടിച്ചു, ആൾക്കാരും കൂടെ ഉണ്ടല്ലോ, ഓടിച്ചു 2 കൈ. അപ്പൊ കട്ട് പറഞ്ഞപ്പോ നിർത്തേണ്ട മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സ്ഥലം, അവിടെ എത്തിയപ്പോ 2 കൈയും വെച്ച് ഞാൻ പിടിച്ചു ബ്രേക്ക്. ചാക്കോച്ചൻ ചാടി അപ്പൊ കട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചാക്കോച്ചൻ ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പം അഷ്റഫിക്ക് സമ്മതിക്കില്ല. അഷ്റഫ് പെണ്ണ്, നമ്മൾ സ്ത്രീകളുടെ കരുത്ത് കാണിക്കാൻ സ്ത്രീ തന്നെ ഓടിക്കണം എന്നൊക്കെ അഷ്റഫിക്ക. അപ്പൊ ഇത് കഴിഞ്ഞപ്പം കട്ട് പറഞ്ഞിറങ്ങിയപ്പോ ചാക്കോച്ചൻ പറഞ്ഞു ഡ്രൈവിംഗ് അറിയില്ലേ? ഞാനില്ല, ഞാൻ ഇതിന് വേണ്ടി പഠിച്ചതാ. അപ്പൊ ചാക്കോ ഞാൻ ഓടിച്ചോളോ. അപ്പൊ ചെമ്മൻ ചേട്ടനാണോ അതോ അഷ്റഫിക്കാണോ എന്ന് അറിഞ്ഞൂടാ, വിലപിടിപ്പുള്ള മുതലാണ് അത്, അതിന് ഉരുട്ടിട്ടാ ശരിയാവില്ല എന്നിട്ട് പിന്നെ ചാക്കോച്ചൻ തന്നെ ഓടിച്ചു. മമ്മൂക്കയുടെ കൂടെ ഇത്ര അധികം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ദിവ്യ, മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്, കാരണം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പിന്നെ എത്ര ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്, ഒരു ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ സീൻ ആ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. മമ്മൂക്ക ഇപ്പോഴും എനിക്ക് പേടിയെന്ന് വെച്ചാൽ മമ്മൂക്ക ഭയങ്കര സ്വീറ്റ് ആണ്, മമ്മൂക്ക ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഒരു സീനിൽ വരുമ്പോൾ അദ്ദേഹം നമ്മളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാനൊക്കെ നോക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സീൻ ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും കൂടിയാ, അപ്പം ഭയങ്കര റെസ്പെക്റ്റ് ആണ് എനിക്ക്. അപ്പൊ മമ്മൂക്ക എന്ന് പറയുമ്പോ എനിക്ക് ഞാൻ തെറ്റിക്കല്ലേ അങ്ങനത്തെ ഒരു പേടിയാ. ലൈക്ക് മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് നമ്മൾ തെറ്റുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു കുറച്ച് ടെൻഷനുണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് കസബയാ, അതിൽ ചെറിയൊരു സീൻ. ഇപ്പോഴും മമ്മൂക്ക, ഞാൻ ഇപ്പം ടർബോ ചെയ്തു മമ്മൂക്കയുടെ കൂടെ, അപ്പൊ വൈശാഖിന്റെ പടം. അദ്ദേഹം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയറക്ടേഴ്സിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേരും കൂടെ പറയണോ. വൈശാഖ് അദ്ദേഹം എൻ്റെ അടുത്ത് ആ സിനിമയിൽ വിളിച്ചപ്പം, അദ്ദേഹം അല്ല വിളിച്ചത്, എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ആണ്, മമ്മൂക്ക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ആ സിനിമ. അപ്പൊ എന്നെ കണ്ടെന്ന് മമ്മൂക്ക പറഞ്ഞു, നിങ്ങളുടെ ആ സീൻ എനിക്ക് ഇപ്പോഴും ഏത് കസബയിലെ ഇങ്ങനെ പിടിക്കുന്നൊരു സീനുണ്ട് മമ്മൂക്ക, അത് കുറച്ച് കോൺട്രവേഴ്സി ആയ സീനാ. അന്ന് നിങ്ങളുടെ ആ സീനാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടെന്നുള്ളതാ. അതുപോലെ പുഴൂല് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ റോളാ ചെയ്തത്, പാർവതിയുടെ മമ്മൂക്കയുടെ ഇടയിലുള്ള. ഒത്തിരി നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും
മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര. അപ്പൊ എന്തായാലും ഇനി ദിവ്യക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സിന്റെ ഭാഗമാകാൻ പറ്റട്ടെ. കൈ നിറയെ നല്ല നല്ല സിനിമകളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ദിവ്യ. വിഷിംഗ് ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. സോ മച്ച്. ഇനി നമുക്ക് ഉയർല് കാണാം. ഉയർല് കാണാൻ. Thank you. ഓക്കെ, താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.